നല്ല കാറ്റും മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ എണീക്കുന്ന ഉടനെ തന്നെ ഒരു കട്ടൻ ചായ അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ രാവിലെ കട്ടൻ ചായയൊക്കെ എടുത്തു, ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് നല്ല പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാവിലെ ഇതെല്ലാം പണിയെല്ലാം കഴിച്ച് ഉച്ചക്കത്തെ ചോറും കറിയും എല്ലാം ആക്കിയിട്ട് വേണം പോകാനായിട്ട്. അതുകൊണ്ട് ഇന്നത്തെ രാവിലത്തെ പരിപാടികളെല്ലാം ഭയങ്കര ബിസി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ദോശ ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കിയാലാണ് ചെറുക്കന് ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ദോശയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടം നമ്മുടെ സാധാ ദോശയാണ് കേട്ടോ. അപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സാധാ ദോശയും ചമ്മന്തിയും എല്ലാം ഉണ്ടാക്കി. ഇതെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായേ. അപ്പോൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ നമുക്കിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കാനുണ്ട്, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെയാണ്. അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ പരിപാടികൾ കഴിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഒരു 10:30 ആയി ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് കരുവഞ്ചാലിലോട്ടാണ്. അപ്പോൾ അവിടെ നേരത്തെ ചേട്ടായിക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് അതേ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേറെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി. അങ്ങനെ അവർക്ക് ഇത് കൊടുത്തപ്പോഴത്തേക്കും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളവിടെ ഇങ്ങനെ പോസ്റ്റായിട്ടിരിക്കണതാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് ഫോട്ടോസൊക്കെ കിട്ടി. എൻ്റെ ഫോട്ടോ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോ കിട്ടി. ഫോട്ടോ എല്ലാം ഒട്ടിച്ച് നമ്മൾ നേരെ വീട്ടിൽ നിന്ന് കരുവഞ്ചാലിൽ നിന്ന് നമ്മൾ നേരെ പോയത് നടുവിലോട്ടാണ്. നടുവിൽ നമ്മുടെ ഇവിടെ ഉള്ളൊരു സ്ഥലപ്പേരാണ് കേട്ടോ. അവിടെയാണ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസുള്ളത്. അങ്ങനെ നമ്മൾ നടുവിൽ ഗ്രാമപഞ്ചായത്തിലെത്തി. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കാണണം. എന്നിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഡ്രസ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ നേരത്തെ വേറെ സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ കിടപ്പുണ്ട്, ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറിയപ്പം അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി സൈൻ ചെയ്തിട്ടാണ് ആ അപേക്ഷ ഫോം കൊടുത്തത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ഇവിടെ വന്നിട്ട് പ്രസിഡൻറ്റിൻ്റെ മുമ്പിൽ വെച്ച് അത് സൈൻ ചെയ്ത് കൊടുക്കണമായിരുന്നു. അത് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും നമുക്ക് അവർ അപേക്ഷ ഫോം തന്നു. അതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കുടിയാൻമലയ്ക്കാണ് പോയത്. അപ്പോൾ നടുവിൽ നിന്ന് കുടിയാമലയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. അവിടെ അക്ഷയ കേന്ദ്രത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ആകുമ്പോൾ അക്ഷയയിൽ നമുക്ക് വലിയ തിരക്കൊന്നുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പോൾ അവിടെ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കിക്കൊണ്ട് ഇപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള ഈ കാഴ്ചകൾ കണ്ട് എന്ത് രസമാണെന്ന് നോക്കി. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും ഇങ്ങനെ ഈ കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം നൽകുന്ന കാഴ്ചകളാണ്. അങ്ങനെ ഞങ്ങൾ കുടിയാമലയിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ അക്ഷയ്. അപ്പോൾ ഞങ്ങൾ നേരെ ഒന്ന് അകത്ത് കയറി ഇതെല്ലാം കൊടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാമേ. അങ്ങനെ അക്ഷയയിൽ എല്ലാം കൊടുത്തു. പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഞങ്ങൾ അവിടെ കണ്ടൊരു ചെറിയ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പം ഞാൻ വാങ്ങിച്ചത് പൊറോട്ടയാണ്. എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 2 പൊറോട്ട വാങ്ങിച്ചു. ചേട്ടായി ചോറാണ് കഴിച്ചത്, കാരണം ഉച്ചയായല്ലോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ബീഫ് ഫ്രൈ വാങ്ങിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ചേട്ടാ പറഞ്ഞു ഇവിടുത്തെ പോട്ടി ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു പോട്ടി ഫ്രൈയും കൂടെ വാങ്ങിച്ചു. അങ്ങനെ പൊറോട്ടയും ചോറും ബീഫ് ഫ്രൈയും എല്ലാം കൂട്ടി ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.